നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ പാഠഭാഗം തുടങ്ങി വച്ചിട്ടുണ്ടായിരുന്നു. ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ഒരു നിബന്ധ്. അപ്പോൾ ഹസാരി പ്രസാദ് ദ്വിവേദിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ടു. ഹിന്ദിയിലെ പ്രശസ്തനായിട്ടുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഹസാരി പ്രസാദ് ദ്വിവേദി. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു നിബന്ധാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിബന്ധിൻ്റെ പേര് ഭീഷ്മക്കോ ക്ഷമ നഹി കിയാ ഗയ. ഭീഷ്മക്കോ ക്ഷമ നഹി കിയാ ഗയ. അപ്പോൾ ഈ ഒരു നിബന്ധിൽ, ഈ ഒരു ലേഖനത്തിൽ ഹസാരി പ്രസാദ് ദ്വിവേദി പുരാണ കഥയിലെ ഭീഷ്മരെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പുരാണകഥയിൽ പറയുന്നുണ്ട്, കൗരവരുടെ സദസ്സിൽ, രാജസദസ്സിൽ വെച്ച് പാണ്ഡവരുടെ ഭാര്യയായിട്ടുള്ള ദ്രൗപദിയെ അഥവാ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, ഒരു കഥയുണ്ട്. അപ്പോൾ ആ ഒരു വസ്ത്രാക്ഷേപം ചെയ്യുന്നത് കണ്ട് ആ സദസ്സിലുണ്ടായിരുന്നവരെല്ലാം നിശബ്ദരായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ രാജഗുരുവായിട്ടുള്ള ഭീഷ്മർ പോലും ആ ഒരു സന്ദർഭത്തിൽ നിശബ്ദനായി മൗനിയായിട്ട് ഇരുന്നു. അപ്പോൾ അത്രയും ഹീനമായൊരു പ്രവൃത്തി കണ്ട് അതിനെതിരെ പ്രതികരിക്കാതെ ഇരുന്ന ഭീഷ്മർക്ക് കാലം മാപ്പ് കൊടുത്തിട്ടില്ല, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും എന്നാണ് ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത്. അപ്പോൾ ഭീഷ്മരെ ഉദാഹരണമാക്കിയിട്ട് അദ്ദേഹം പറയുന്നത്, ഇതുപോലെ സമൂഹത്തിൽ നടമാടുന്ന അനീതികൾക്കും അന്യായങ്ങൾക്കും എതിരെ ശബ്ദിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ശബ്ദമുയർത്തേണ്ടവരാണ് എഴുത്തുകാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ. അപ്പോൾ അങ്ങനെയുള്ളവർ നിശബ്ദരായിട്ടിരിക്കുന്നത് ഭീഷ്മർക്ക് മാപ്പ് കൊടുക്കാത്തതുപോലെ കാലം ഇങ്ങനെയുള്ള എഴുത്തുകാർക്കും മാപ്പ് കൊടുക്കില്ല. എന്തിന്? അനീതിക്കും അന്യായത്തിനുമെതിരെ നിശബ്ദരായിട്ട് നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ എന്നാണ് ഈ ഒരു ലേഖനത്തിൽ ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത്. അപ്പം നമുക്കതിൻ്റെ കുറച്ച് ഭാഗം ഇന്നത്തെ ക്ലാസ്സിലെടുക്കാം. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മേരെ ഏക് മിത്ര ഹെ ബഡേ വിദ്വാൻ സ്പഷ്ടവാദി ഔർ നീതിമാൻ. മേരെ ഏക് മിത്ര ഹെ, എനിക്കൊരു സുഹൃത്തുണ്ട്. ബഡേ വിദ്വാൻ, വലിയ അറിവുള്ളവൻ. സ്പഷ്ടവാദി, വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നവൻ. നീതിമാൻ, വളരെ നീതിയുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്നയാൾ. ഇങ്ങനെയുള്ളൊരു സുഹൃത്ത് എനിക്കുണ്ട്. വഹ് ഇസ് രാജ്യക്ക് ബഹുത്ത് പ്രതിഷ്ഠിത് നാഗരിക് ഹെ. ആ സുഹൃത്ത് ഇസ് രാജ്യക്ക്, അതായത് ആ സ്റ്റേറ്റിൽ, അദ്ദേഹം താമസിക്കുന്ന സ്റ്റേറ്റിലെ ബഹുത്ത് പ്രതിഷ്ഠിത് നാഗരിക് ഹെ, വളരെ ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉൻസെ മിൽനെ സെ സദാ നയി സ്ഫൂർത്തി മിൽത്തി ഹെ. ഉൻസെ മിൽനെ സെ, ഈ സുഹൃത്തിനെ കാണുമ്പോഴൊക്കെ, കണ്ടുമുട്ടുമ്പോഴൊക്കെ എപ്പോഴും എനിക്ക് നയാ സ്ഫൂർത്തി, ഒരു പുതിയ ഉന്മേഷം, ഒരു പുതിയ ഉണർവ് മിൽത്തി ഹെ, ലഭിക്കാറുണ്ട്. അപ്പോൾ ഈ സുഹൃത്തിനെ കണ്ടുമുട്ടുമ്പോഴൊക്കെ എന്തെന്നറിയില്ല, എനിക്കൊരു വലിയ, അല്ലെങ്കിൽ എനിക്ക് പുതിയ ഒരു എനർജി എനിക്ക് കിട്ടാറുണ്ട്, ഒരു ഉണർവ് കിട്ടാറുണ്ട്. യദ്യപി വഹ അവസ്ഥാമേ മുജ്സെ ഛോട്ടെ ഹെ. പക്ഷേ എന്നിരുന്നാലും ആ സുഹൃത്ത് അവസ്ഥ, പ്രായം കൊണ്ട് മുജ്സെ ഛോട്ടെ ഹെ, എന്നേക്കാൾ താഴെയാണ്. തഥാപി മുജെ സദാ സമ്മാൻ ദേത്തെ ഹെ. പക്ഷേ എന്നിരുന്നാലും ആ സുഹൃത്ത് എന്നെ എപ്പോഴും സമ്മാൻ ദേത്തെ ഹെ, എനിക്ക് ആദരവ്, എനിക്ക് അർഹിക്കുന്ന ആദരവ്, ബഹുമാനം അദ്ദേഹം എനിക്ക് നൽകുന്നുമുണ്ട്. ഇസ് ദേശ് മേ യഹ് ഏക് അച്ഛി ബാത്ത് ഹെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു കാര്യം, ഏക് അച്ഛി ബാത്ത്, വളരെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സബ് പ്രകാർ സെ ഹീൻ ഹോക്കർ ഭി, എല്ലാ തരത്തിലും അവഗണിക്കപ്പെടുന്ന ആളുകളായിരുന്നാൽ പോലും, ഉമ്രമേ ബഡാ ഹോത്തോ, പ്രായത്തിൽ അവർ മുതിർന്നവരാണെങ്കിൽ ആ ആളുകൾക്ക് ധോഡാസ ആദർ പാഹി ജാത, അല്പം ബഹുമാനം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാറുണ്ട്. അപ്പം മറ്റുള്ള തരത്തിലെല്ലാം അവർ താഴ്ന്ന അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവരായിരുന്നാലും പ്രായത്തിൽ അവർ മുതിർന്നവരാണെങ്കിൽ ആ പ്രായത്തിൻ്റെ ബഹുമാനം ആ വ്യക്തികൾക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കിട്ടാറുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് ഉള്ള വലിയൊരു കാര്യമാണ് എന്നാണ് ലേഖകൻ പറയുന്നത്.
അതുകൊണ്ട് തന്നെ മേം ഭി പാ ജാതാ ഹൂ. അപ്പം എനിക്കും, ഞാൻ പ്രായത്തിൽ മുതിർന്ന ആളായതുകൊണ്ട് തന്നെ എനിക്കും ആ ആദരവ് കിട്ടാറുണ്ട്. मेरे इस मित्र की शिकायत थी कि देश की दुर्दशा देखते हुए भी मैं कुछ कह नहीं रहा हूँ. മേരെ ഇസ് മിത്ര, എൻ്റെ ഈ സുഹൃത്തിന് എപ്പോഴും ഒരു ഷിക്കായത്ത്, ഒരു പരാതിയുണ്ട്. എന്താ പരാതി? ദേശ് കി ദുർദശ ദേഖ്തേ ഹുവേ ഭി, ഈ രാജ്യത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടും മേ കുച്ച് കഹ് നഹി രഹാ ഹൂ, ഞാൻ അതിനെതിരെ ഒന്നും ശബ്ദിക്കുന്നില്ല, ഞാൻ അതിന് എതിരെ ഒന്നും പറയുന്നില്ല. അപ്പോൾ രാജ്യത്തിൻ്റെ ദുർദശ അല്ലെങ്കിൽ ദയനീയമായ സ്ഥിതി കണ്ടിട്ടും ഞാൻ അതിനെതിരെ ശബ്ദമുയർത്തുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല എന്നൊരു പരാതി എൻ്റെ സുഹൃത്തിന് നിരന്തരമായിട്ട് ഉണ്ട്. ഇസ് ദുർദശ കെ ലിയെ ജോ ലോഗ് ജിമ്മേദാർ ഹെ ഉൻകി ഭർസന നഹി കർ രഹാ ഹൂ. മാത്രമല്ല, ഇസ് ദുർദശ കെ ലിയെ, രാജ്യത്തിൻ്റെ ഈ ദയനീയ സ്ഥിതിക്ക് ജോ ലോഗ് ജിമ്മേദാർ, ഏതാളുകളാണോ ഉത്തരവാദികളായിട്ടുള്ളത്, രാജ്യത്തിൻ്റെ ഈ ദയനീയ അവസ്ഥയ്ക്ക് ആരാണോ ഉത്തരവാദികളായിട്ടുള്ളത് ആ ആളുകളെ ഞാൻ ഒരിക്കലും വിമർശിക്കുന്നില്ല എന്നും അദ്ദേഹത്തിന്, എൻ്റെ സുഹൃത്തിന് പരാതിയുണ്ട്. യഹ് ഏക് ഭയങ്കർ അപരാധ് ഹെ, ഇത് വലിയൊരു തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറയും. कौरवों की सभा में भीष्म ने द्रौपदी का भयंकर अपमान देखकर भी जिस प्रकार मौन धारण किया था, वैसे ही मैं और मेरे जैसे कुछ अन्य साहित्यकार चुप्पी साधे हैं. कौरवों की सभा में, കൗരവരുടെ സഭ, രാജസദസ്സിൽ വെച്ച് ഭീഷ്മർ, അതായത് ഇവരുടെ ഗുരുവായിട്ടുള്ള ഭീഷ്മർ, ദ്രൗപദി കാ ഭയങ്കർ അപമാൻ ദേഖകർ, ദ്രൗപദിയെ ആ സഭയിൽ വച്ച് അപമാനിക്കുന്നത് കണ്ടിട്ട്, വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കുന്നത് കണ്ടിട്ട് പോലും ഭീഷ്മർ എന്ത് ചെയ്തു? മൗൻ ധാരൺ കിയ, മൗനമായി ഇരുന്നു. അപ്പോൾ ആ അന്യായം, ആ അനീതി കണ്ടിട്ടും ഭീഷ്മർ അത് കാണാത്ത പോലെ നിശബ്ദനായിട്ട് അതിനെതിരെ പ്രതികരിക്കാതെ മൗനം പാലിച്ചു. വൈസേഹി, അതുപോലെ മേ ഔർ മേരെ കുച്ച് അന്യ സാഹിത്യകാർ, അതുപോലെ തന്നെ ഞാനും എന്നെപ്പോലുള്ള അന്യ സാഹിത്യകാർ, മറ്റ് സാഹിത്യകാരന്മാരും ഇപ്പോൾ ചുപ്പി സാധെ, നിശബ്ദരായിരിക്കുകയാണ്. എന്തിനെതിരെ? രാജ്യത്ത് നടമാടുന്ന അനീതികളും അന്യായങ്ങളും കണ്ട് അതൊന്നും കാണാത്ത ഭാവത്തിൽ ഞങ്ങളും ഇരിക്കുകയാണ്, ഞാനും എന്നെപ്പോലുള്ള മറ്റ് സാഹിത്യകാരന്മാരും. ഭവിഷ്യ ഇസെ ഉസി തരഹ് ക്ഷമാ നഹി കരേഗ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ അനീതിക്കെതിരെ കണ്ണടച്ചിരിക്കുന്നവരെ ഭാവി അല്ലെങ്കിൽ വരും കാലം ക്ഷമാ നഹി കരേഗ, അവരോടൊരിക്കലും ക്ഷമിക്കില്ല. അപ്പോൾ അനീതിക്കെതിരെ, അന്യായത്തിനെതിരെ നിശബ്ദരായിട്ടിരിക്കുന്ന ആളുകളോട് കാലം ഒരിക്കലും ക്ഷമിക്കില്ല, അവർക്കൊരിക്കലും മാപ്പ് കൊടുക്കില്ല. ജിസ് പ്രകാർ ഭീഷ്മ പിതാമഹക്കോ ക്ഷമാ നഹി കിയ, എങ്ങനെയാണോ ഭീഷ്മർക്ക് കാലം ഇതുവരെയും മാപ്പ് കൊടുക്കാത്തത്, അതുപോലെയായിരിക്കും എന്നെപ്പോലെയുള്ള സാഹിത്യകാരന്മാർക്കും കാലം മാപ്പ് തരാതിരിക്കുക. എന്തിന്? ഇതുപോലുള്ള അനീതിക്കെതിരെ ശബ്ദമുയർത്താതിരിക്കുന്ന കാലം വരെ. मैं थोड़ी देर तक अभिभूत होकर सुनता रहा और मन में पापबोध का भी एहसास हुआ. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഈ നിരന്തരമുള്ള പരാതി മേ സുൻത, ഞാൻ കേൾക്കാറുണ്ട്, എപ്പോഴും കേൾക്കാറുണ്ട്. ആ കേൾക്കുമ്പോഴൊക്കെ മൻ മേ പാപബോധ കാ ഭി എഹസാസ് ഹുവ, എൻ്റെ മനസ്സിൽ ഒരു പാപബോധം, ഞാനൊരു പാപം, ഒരു തെറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു തോന്നൽ എനിക്ക് എഹസാസ് അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോഴൊക്കെ മനസ്സിലെവിടെയോ ഒരു പാപബോധം, ഒരു കുറ്റബോധം എനിക്കും അനുഭവപ്പെടാറുണ്ട്. സോച്ച്താ രഹ കുച്ച് കഹനാ ചാഹി, അപ്പോഴൊക്കെ ഞാൻ സോച്ച്താ രഹ, ചിന്തിക്കാറുണ്ട്. കുച്ച് കഹനാ ചാഹി, എനിക്കും, അതായത് ഞാനൊരു എഴുത്തുകാരനാണല്ലോ, അപ്പം എനിക്കും കുച്ച് കഹനാ ചാഹി, ഈ രാജ്യത്തെ അനീതിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയണം. നഹീം തോ ഭവിഷ്യ ക്ഷമാ നഹി കരേങ്ക, ഇല്ലെങ്കിൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭവിഷ്യ ക്ഷമാ നഹി കരേങ്ക, വരും കാലം അല്ലെങ്കിൽ ഭാവി എനിക്ക് മാപ്പ് തരില്ല, ഇനി വരുന്ന കാലം എനിക്ക് മാപ്പ് തരില്ല. വർത്തമാൻ ഹി കോൻ ക്ഷമാ കർ രഹാ ഹൈ, ഇനി വരുന്ന കാലം, ഭാവി കാലം മാത്രമല്ല, ഈ വർത്തമാനകാലവും ഒരു പക്ഷേ എന്നോട് ക്ഷമിക്കുമോ അറിയില്ല. കാഫി ദേർ തക് മേ പരേശാൻ രഹ, എന്തായാലും ഈ വക ചിന്തകൾ, ഈ വക കാര്യങ്ങളോർത്ത് മേ പരേശാൻ രഹ, ഞാൻ ആകെ എന്താ പറയുക, അസ്വസ്ഥനായിപ്പോയി. ചുപ് രഹ്ന ഠീക് നഹി ഹെ,
അപ്പോൾ എനിക്ക് തോന്നി ചുപ്പ് രഹന ഠീക് നഹി ഹെ, ഇനിയും നിശബ്ദനായിരിക്കുക ശരിയാവില്ല. കംഭക്ത് ഭവിഷ്യ കഭി മാഫ് നഹി കരേങ്ക, കാരണം കംഭക്ത് ഭവിഷ്യ, ഇനി വരുന്ന ആ നാശം പിടിച്ച ഭാവി, ഇനി വരാനിരിക്കുന്ന കാലം ഒരുപക്ഷെ എനിക്ക് മാഫ് നഹി കരേങ്ക, മാപ്പ് തന്നില്ലെങ്കിലോ എന്നോട് പൊറുത്തില്ലെങ്കിലോ അപ്പം ഇനിയും മിണ്ടാതിരിക്കുക ശരിയല്ല എന്നെൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു. उसकी सीमा तो भी कोई नहीं, 5000 वर्ष बीत गए और अब तक बेचारे भीष्म पितामह को क्षमा नहीं किया गया. 5000 वर्ष बीत गए, 5000 1000 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും, അതായത് ഈ കൗരവരുടെ സദസ്സിൽ വെച്ച് ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്ത ആ സംഭവം നടന്നിട്ട് 5000 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ടും ബിച്ചാരെ ഭീഷ്മ പിതാമഹക്കോ ക്ഷമ നഹി കിയാ ഗയ, പാവം ഭീഷ്മ പിതാമഹന് ഇന്നും കാലം ക്ഷമ നഹി കിയ, മാപ്പ് കൊടുത്തിട്ടില്ല. അപ്പം ഭീഷ്മർ ചെയ്തത് അതിഘോരമായിട്ടുള്ളൊരു തെറ്റാണ്. കാരണം ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് കണ്ടിട്ടും അതിനെതിരെ നിശബ്ദനായിട്ട് ഇരുന്നു പോയി. അപ്പോൾ അദ്ദേഹം ചെയ്തത് അനീതിക്കെതിരെ കണ്ണടച്ചിരുന്നു പോയി. അപ്പോൾ ഈ സംഭവങ്ങൾ നടന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും ഭീഷ്മർക്ക് ഇന്നും കാലം മാപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ ഉള്ളിലൊരു കുറ്റബോധം, എനിക്കും ഇതുപോലെ ഞാനൊരു എഴുത്തുകാരനാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ കടമയാണ് അനീതിക്കെതിരെ, അന്യായത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിക്കുക എന്നത്. അപ്പോൾ അത് ചെയ്യാത്തിടത്തോളം കാലം എനിക്കും ഒരു പക്ഷേ വരും കാലം മാപ്പ് തന്നില്ലെങ്കിലോ, ആ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ വല്ലാതെ ഉണ്ടായി. കാഫി ദേർ ബാദ് ഭ്രം ദൂർ ഹുവ, അങ്ങനെ ഞാൻ കുറേ സമയം ആ ഒരു ചിന്തയിൽ ഇങ്ങനെ ഇരുന്നു. പക്ഷേ കാഫി ദേർ ബാദ്, കുറച്ച് സമയത്തിന് ശേഷം ഭ്രം ദൂർ ഹുവ, എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ആ ഒരു ചിന്തകളൊക്കെ ദൂർ ഹുവ, അകന്നു, എൻ്റെ മനസ്സ് വിട്ട് പോയി. പിന്നെ എനിക്ക് തോന്നി മേ ഭീഷ്മ നഹി ഹു, ഞാൻ ഭീഷ്മരൊന്നും അല്ലല്ലോ, ഞാൻ ശരിക്ക് ഭീഷ്മരല്ലല്ലോ. അഗർ ഹിന്ദി മേ ലിഖ്നെ വാല കോയി ഭീഷ്മ ഹോ ജാത്താ ഹോ തോ ഭി മുझे കോൻ പൂച്ച്താ ഹേ. നീ അതല്ല, ഹിന്ദിയിൽ എഴുതുന്ന ഏതെങ്കിലും ഒരാൾ ഭീഷ്മരായാൽ, ഹിന്ദി സാഹിത്യത്തിൽ എഴുതുന്ന, ഹിന്ദി ഭാഷയിൽ എഴുതുന്ന ഏതെങ്കിലും ഒരാൾ ഭീഷ്മരെ പോലെ ഉള്ളവരാണെങ്കിൽ മുझे കോൻ പൂച്ച്താ ഹേ, പിന്നെ ആരെങ്കിലും എന്നെ ചോദിക്കുമോ, അല്ലെങ്കിൽ എന്നെ അന്വേഷിക്കില്ലല്ലോ. ബഹുത്ത് ജ്ഞാനി ഗുണി ഭരേ പടേ ഹെ. അപ്പം അങ്ങനെ ഹിന്ദിയിൽ എഴുതുന്ന ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ ഭീഷ്മരായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ബഹുത്ത് ജ്ഞാനി, വളരെ അറിവുള്ളവനും, ഗുണി, ഒരുപാട് ഗുണഗണങ്ങളുള്ളവനും ഒക്കെ ആയിരിക്കും. മുജസ്സെ അവസ്ഥാമേ ജ്ഞാൻമേ പ്രതിഭാമേ ബഹുത് ആകെ, മാത്രമല്ല ആ വ്യക്തി മുജസ്സെ എന്നേക്കാൾ അവസ്ഥ പ്രായം കൊണ്ടും, ജ്ഞാൻ അറിവ് കൊണ്ടും, പ്രതിഭ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും, ബഹുത് ആകെ ഒരുപാട് മുന്നിലായിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് മുझे കോയി ഡർ നഹി ഹെ, എനിക്കിപ്പോൾ വലിയ ഭയമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഭവിഷ്യനാമക മഹാദുരന്ത് അജ്ഞാത മുझे കിസി ഗിൻതി മേ ലേനെ വാലാ നഹി. അപ്പോൾ ഈ ഭാവി വരാനിരിക്കുന്ന കാലം, ആ ഒരു കാലത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പേടി തോന്നുന്നില്ല എന്നൊക്കെ ഞാൻ ഒരു വേള എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. പക്ഷേ യഹ് സ്വീകാർ കർ ലേനാ ചാഹിയേ കി ഥോഡി ദേർ കെ ലിയേ ഹേ സാഹി. പക്ഷേ ഈ ചിന്തകളൊക്കെ ഥോഡി ദേർ കെ ലിയേ, ഒരല്പസമയത്തേക്ക് മാത്രമേ എൻ്റെ മനസ്സിൽ വന്നു നിന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. ഞാൻ ഭീഷ്മരൊന്നുമല്ല. ഇനി ഹിന്ദിയിൽ എഴുതുന്ന ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ ഭീഷ്മരെ പോലെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അയാൾ എന്നേക്കാൾ മിടുക്കനായിരിക്കും. പിന്നെ ആരും ഇപ്പം എന്നെക്കുറിച്ച് ഓർക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭാവിയെക്കുറിച്ച്, എനിക്ക് കാലം മാപ്പ് തരില്ല എന്നുള്ളതിനെക്കുറിച്ച് ഓർത്തിട്ടൊന്നും ഞാൻ വിഷമിക്കുന്നില്ല എന്നൊക്കെ ഒരു വേള എൻ്റെ മനസ്സ് ചിന്തിച്ചു. പക്ഷേ ഈ ചിന്ത ധോഢി തീർക്കേലിയേ, കുറച്ച് സമയത്തേക്ക് എൻ്റെ മനസ്സിൽ വന്നു നിന്നുള്ളൂ. ഉടനെ മനസ്സ് മാറി, ചിന്ത മാറി. ഭീഷ്മ മുझ പർ ഛായേ രഹേ. ഭീഷ്മർ എന്ന ആ ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഭീഷ്മർ എന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു സ്വാധീനം എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വന്നു. പ്രാചീൻ കാൽ മേ ഭീഷ്മ ജൈസ ധർമ്മജ്ഞ और ജ്ഞാനി ഘോഷന കഠിൻ ഹെ. പ്രാചീൻ കാൽ മേ, പണ്ട് കാലത്തായിരുന്നെങ്കിൽ ഭീഷ്മരെ പോലെ ധർമ്മജ്ഞൻ, ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ, അതുപോലെ തന്നെ ജ്ഞാനി, നല്ല അറിവുള്ളവൻ, ഇങ്ങനെയുള്ള ഒരാളിനെ കണ്ടെത്തുക പണ്ട് കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഭീഷ്മരെ പോലെ നല്ല അറിവുള്ളവനും അതുപോലെ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്നവനുമായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നത്
ബഹുത് കഠിൻ ഹെ, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയില്ല. प्राचीन काल के ज्ञानियों में भीष्म मुझे सबसे अधिक प्रभावित करते हैं. കാരണം പ്രാചീൻ കാൽ കെ ജ്ഞാനിയോമേ, പ്രാചീന കാലഘട്ടത്തിലെ ഇതുപോലെയുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഭീഷ്മർ മുജ്സെ അധിക് പ്രഭാവിത്, എന്നെ വളരെയധികം സ്വാധീനിച്ചു. അപ്പോൾ പ്രാചീന കാലത്തെ എല്ലാ തികഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഭീഷ്മർ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ഇങ്ങനെ മാറി മാറി വന്നു. इन्हें यह कहना गलत होगा कि भीष्म के प्रति भारतवर्ष ने कृतज्ञता नहीं दिखाई. എന്നിട്ട് ലേഖകൻ പറയുന്നത് ഇങ്ങനെയാണ്: യഹ് കഹ്ന ഗലത്ത് ഹോഗ, യഹ് കഹ്ന ഗലത്ത് ഹോഗ. ഒരു പക്ഷേ യഹ് കഹ്ന ഗലത്ത് ഹോഗ, ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ ഗലത്ത് ഹോഗ, തെറ്റാകാം. എന്ത്? ഭീഷ്മയ്ക്ക് പ്രതി ഭാരതവർഷനെ കൃതജ്ഞത നഹിം ദിഖായി. ഭീഷ്മരോട് ഭാരതം, നമ്മുടെ ഭാരതം, കൃതജ്ഞത നഹിം ദിഖായി, കൃതജ്ഞത കാണിച്ചിട്ടില്ല, നന്ദി കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു പക്ഷേ തെറ്റാകും. എൻ്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റാണ്. കാരണം आज भी श्रद्धावान लोग भीष्माष्टमी को अपनी श्रद्धा उनके प्रति निवेदन करते हैं. കാരണം ഇന്നും ശ്രദ്ധാവാൻ ലോഗ്, വളരെ ആദരണീയരായിട്ടുള്ള വ്യക്തികൾ ഭീഷ്മാഷ്ടമിയിൽ, ഭീഷ്മാഷ്ടമി എന്നുള്ളൊരു ദിവസം, ആ ദിവസം അവരുടെ ആദരവ് ഈ പുരാണത്തിലെ ഭീഷ്മർ എന്ന വ്യക്തിക്ക് നൽകാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഭാരതം ഭീഷ്മർ എന്ന ആ ഒരു വ്യക്തിയെ തീർത്തും അവഗണിച്ചു എന്ന് പറയാൻ വയ്യ. എന്തായാലും जिस समय मेरे मित्र अत्यंत प्रभावशाली शैली में भीष्म को मेरे ऊपर आरोपित कर रहे थे. ഈ ഒരു അവസ്ഥയിൽ എൻ്റെ സുഹൃത്ത് വളരെ പ്രഭാവശാലി ശൈലി, വളരെ സ്വാധീനമുളവാക്കുന്ന രൂപത്തിൽ ഭീഷ്മർ എന്ന ആ ഒരു കഥാപാത്രത്തെ മേരെ ഊപ്പർ ആരോപിത് കർ രഹേ थे, എൻ്റെ മേൽ കെട്ടിവച്ചിരിക്കുകയാണ്. അപ്പം ഞാനൊരു ഭീഷ്മരെ പോലെയുള്ള വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഭീഷ്മരെ പോലെയാണ്, നിശബ്ദനായിട്ട്, അനീതിക്കെതിരെ നിശബ്ദനായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ മേൽ നിരന്തരമായിട്ട് ആരോപിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഭീഷ്മരെ പോലെയാണെന്ന്. उस समय थोड़ी देर के लिए भीष्म का आवेश सचमुच मेरे ऊपर आ गया था. അപ്പോൾ ശരിക്കും കുറച്ച് സമയം ഈ ഭീഷ്മരുടേതായിട്ടുള്ള ഒരു ധാരണ, ഒരു ചിന്ത എന്നിലും വന്നു നിറഞ്ഞിട്ടുണ്ടായിരുന്നു. उसी से कवि पाठक को अभिभूत करता है, वक्ता उसी के बल पर श्रोता पर छा जाता है. मैं भी कुछ आविष्ट हुआ, भीष्म की ही शैली में बोलने की प्रेरणा जागृत हुई थी. അപ്പം എൻ്റെ ഈ സുഹൃത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഈ ആരോപണം കേട്ടിട്ട് മേം ഭീ കുച്ച് ആവിഷ്ട് ഹുവ, ഞാനും ഒന്ന് മാറി ചിന്തിച്ചു. എന്ത്? ഭീഷ്മക്ക് ഹി ശൈലി മേ ഭോൽനേക്ക് പ്രേരണ ജാഗ്രത ഹുയി തി, എൻ്റെ ഉള്ളിലും ഭീഷ്മരുടേതുപോലുള്ളൊരു ശൈലിയിൽ സംസാരിക്കാനുള്ളൊരു പ്രേരണ ജാഗ്രത ഹുയി തി, ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സുഹൃത്തിൻ്റെ കുറ്റപ്പെടുത്തൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്ന് നിറഞ്ഞു. ഞാനും ഭീഷ്മരെ പോലെ ഇങ്ങനെ നിശബ്ദനായിട്ടിരിക്കുകയാണോ എന്ന് എൻ്റെ ഉള്ളിലും ആ ഒരു ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാനും എന്ത് ചെയ്തു? എൻ്റെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചു. ഭീഷ്മരെ പോലെ നിശബ്ദനായിട്ടിരിക്കുക ശരിയല്ല, അങ്ങനെ നിശബ്ദനായിട്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ കാലം എനിക്ക് മാപ്പ് തന്നില്ലെങ്കിലോ എന്ന ഒരു കുറ്റബോധവും എൻ്റെ ഉള്ളിലിങ്ങനെ വന്നു. അപ്പോൾ ഈ ചിന്തകളെല്ലാം മാറി മാറി എൻ്റെ ഉള്ളിലിങ്ങനെ വന്നു. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്തു? ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഞാനും ഭീഷ്മരായിട്ടിരിക്കാൻ ശരിയാവില്ല, ഭീഷ്മരെ പോലെ ഇരിക്കുന്നത് ശരിയാവില്ല. അനീതിക്കും അന്യായങ്ങൾക്കുമെതിരെ എനിക്കും ശബ്ദമുയർത്തണം, കാരണം ഞാനൊരു എഴുത്തുകാരനാണല്ലോ. അപ്പം അങ്ങനെയുള്ള ചിന്തകളും ലേഖകൻ്റെ ഉള്ളിൽ വന്നു നിറഞ്ഞു. അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു ഒരു ലേഖനത്തിൻ്റെ കുറച്ച് ഭാഗം, ഇത്രയും ഭാഗം എടുത്താൽ മതി. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക.
സംശയങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ തീർക്കാം. അപ്പോൾ അതുവരെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ധന്യവാദം.